താ ബസ്ലാം ലഹർഗാദുമ ഉഷബയിൻ വസ്ത തിലേശാന സുറിയായ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 176-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായിയിലെ 5-ാമത്തെ പാഠത്തിലെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. റിലേറ്റീവ് പ്രോനൗൺ, സംബന്ധവാചി സർവനാമം. ദാലസ് എന്ന അക്ഷരമാണ് റിലേറ്റീവ് പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നത്. അത് ക്രിയയ്ക്ക് തൊട്ട് മുമ്പും ബേസ്, ലാമത എന്നീ വിഭക്തികൾക്ക് തൊട്ട് മുമ്പും ഉപയോഗിക്കുമ്പോൾ അത് റിലേറ്റീവ് പ്രോനൗണിൻ്റെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, മൽക്കാ ദ് ബംദീസ. ഇവിടെ മൽക്കാ കിങ്, ദ് ബംദീസ ഹൂ ഈസ് ഇൻ ദ സിറ്റി. ഇവിടെ ബേസ് എന്ന വിഭക്തിക്ക് തൊട്ടു മുമ്പായി ദാലസ് ചേർത്തപ്പോൾ ദാലസിന് ഹൂ ഈസ് എന്ന റിലേറ്റീവ് പ്രോനൗൺ എന്ന അർത്ഥം ലഭിച്ചിരിക്കുന്നു. ഇത് വ്യത്യസ്ത കേസസിലുണ്ട്. നോമിനേറ്റീവ് കേസ്, ജെനിറ്റീവ് കേസ്, അക്വസിറ്റീവ് കേസ്, ലോക്കേറ്റീവ് കേസ്. എല്ലാത്തിനും ദാലസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ദാലസിൻ്റെ അർത്ഥം ഓരോ കേസിനനുസരിച്ചും വ്യത്യാസപ്പെടുന്നു. നോമിനേറ്റീവ് കേസിൽ ഹൂ എന്നർത്ഥമാണ്. മൽക്കാ ദക്താബ് ദക്സാവ് കിസാവ. മൽക്കാ കിങ്, ദക്സാവ് ഹൂ റോട്ട്, കിസാവ ബുക്ക്. ഇവിടെ ദാലസിന് ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ അർത്ഥം ലഭിക്കുന്നു. ഇത് നോമിനേറ്റീവ് കേസിലുള്ള അർത്ഥമാണ്. കിസാവാദ് കെത്തുബേസ്, ഞാൻ എഴുതിയ പുസ്തകം. ദ ബുക്ക് വിച്ച് ഓർ ദാറ്റ് ഐ റോട്ട്. ഇവിടെ ദാലസിന് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നർത്ഥമാണ് ലഭിക്കുന്നത്. അതായത് നിർജീവ വസ്തുക്കളെ ഉദ്ദേശിച്ചാണെങ്കിൽ ഹൂ അല്ല, വിച്ച്, ദാറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. വ്യക്തികളെ സംബന്ധിച്ച് മാത്രമാണ് ഹൂ എന്നത് ഉപയോഗിക്കുന്നത്. അടുത്തത് റിലേറ്റീവ് പ്രോനൗൺ ഇൻ ജെനിറ്റീവ് കേസ്. അപ്പോൾ ഹൂസ് എന്നർത്ഥമാണ്. ഗൗറാ ദശ്മേഹ് യൗസേപ്പ്. യൗസേപ്പ് എന്ന പേരുള്ള മനുഷ്യൻ. മാൻ ഹൂസ് നെയിം ഈസ് ജോസഫ്. കർത്താവിനെയും കർമ്മത്തെയും ബന്ധിപ്പിച്ച് ദാലസും സാർവനാമിക പ്രത്യയവും ഒന്നിച്ചു വന്നതിനാൽ ഇവിടെ ദാലസിന് ഹൂസ് എന്ന റിലേറ്റീവ് പ്രോനൗൺ എന്നർത്ഥം ലഭിക്കുന്നു. ഇനി അക്വസറ്റീവ് കേസിൽ ഹൂം എന്നാണ്. മൽക്കാ ദിലേഹ് കെത്തിലേസ്, ദ കിങ് ഹൂം ഐ കിൽഡ്. ഞാൻ കൊന്ന രാജാവ്. ഇവിടെ സാർവനാമിക പ്രത്യയം ലാമത എന്ന വിഭക്തിക്ക് തൊട്ടു മുമ്പായി ദാലസ് ചേർത്തപ്പോൾ ദാലസിന് ഹൂം എന്ന റിലേറ്റീവ് പ്രോനൗൺ അർത്ഥം ലഭിച്ചിരിക്കുന്നു. അടുത്തത് ലോക്കേറ്റീവ് കേസ്, അധികരണ കാരകം. അതിന് ഇൻ വിച്ച് എന്നോ വേർ എന്നാണോ അർത്ഥം ദാലസിന് ഇവിടെ ലഭിക്കുന്നത്. മദീസ ദ് ബാഹ് കിസാവ് മൽക്ക ലക്സാവ. ദ് ബാഹ്, ഇൻ വിച്ച്. ഇവിടെ ദാലസിന് ഇൻ വിച്ച് അല്ലെങ്കിൽ വേർ എന്നുള്ള അർത്ഥമാണ്. കർത്താവിനെയും കർമ്മത്തെയും ബന്ധിപ്പിച്ച് ദാലസും ബേസിനോട് സാർവനാമിക പ്രത്യയം ചേർത്ത രൂപവും ഒന്നിച്ചു വന്നതിനാൽ ഇവിടെ ബേസിന് വേർ അല്ലെങ്കിൽ ഇൻ വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ അർത്ഥമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺസിന് ശേഷവും ദാലസ് ചേർക്കുമ്പോൾ റിലേറ്റീവ് പ്രോനൗൺ അർത്ഥം ലഭിക്കും. ഐന വിച്ച്, ഐദ വിച്ച്, ഐലേൻ വിച്ച്. ഐന മാസ്കുലിൻ, ഐദ ഫെമിനിൻ, ഐലേൻ കോമൺ പ്ലൂറൽ. ഇത് വെച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഐന ദ് ബക്രീസ. ഹി അല്ലെങ്കിൽ ദ വൺ ഹൂ ഈസ് ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ളവൻ. ഐനാദ് എന്നുള്ളതിന് വൺ ഹൂ ഈസ് ഇൻ മാസ്കുലിൻ. ഐദാദ് എന്ന് പറയുമ്പോൾ വൺ ഹൂ ഈസ് അല്ലെങ്കിൽ ഷീ ഹൂ ഈസ് ഫെമിനിൻ ആണ്. ഐദാദ് ബംദീസ, പട്ടണത്തിൽ ഉള്ളവൾ. ഐലേൻ കോമൺ പ്ലൂറലാണ്. ദോസ് ഹു ആർ. ഐലേൻ ദ് ദബ് മൽക്കൂസ. ദോസ് ഹു ആർ ഇൻ ദ കിങ്ഡം.
ദീസ ദി നെഫ്കേസ് മെന്നാഹ് ദ സിറ്റി ഫ്രം വിച്ച് അല്ലെങ്കിൽ വേർ ഐ കെയിം, ഞാൻ പുറപ്പെട്ടു വന്ന പട്ടണം. നഹ്റ ദീസ് ബേഹ് മയ്യ ദ റിവർ വേർ ഇൻ വിച്ച് ദർ ഈസ് വാട്ടർ, വെള്ളമുള്ള നദി. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ കണ്ടത് റിലേറ്റീവ് പ്രോനൗൺ ആണ് 5-ാമത്തെ പാഠത്തിലുള്ളത്. നോമിനേറ്റീവ് കേസിലാണെങ്കിൽ ഹു, ജെനിറ്റീവ് കേസിലാണെങ്കിൽ ഹൂസ്, അക്വസിറ്റീവ് കേസിലാണെങ്കിൽ ഹൂം, അക്വസിറ്റീവ് കേസിലാണെങ്കിൽ വേർ അല്ലെങ്കിൽ ഇൻ വിച്ച്, ഐന, ഐദ, ഐലേൻ, ദ വൺ ഹൂ അല്ലെങ്കിൽ ഹി ഹു, ഷീ ഹു, ദോസ് ഹു എന്നർത്ഥം ലഭിക്കും. പിന്നീട് വിവർത്തനം ചെയ്യുന്ന രീതിയാണ് കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദി സാഗി.